ഗായ്സ്, അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന മലമ്പുഴ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഗാർഡൻ. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഈവനിങ് ടൈം ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. 6 മണിക്ക് ഞങ്ങൾ ഓട്ടോറിക്ഷയിലെത്തി. ഗാർഡനിൽ അപ്പോഴത്തന്നെ ഒരു ലൈറ്റൊക്കെ ഡിമ്മായിട്ടുണ്ട്. അപ്പം ഫ്ലവർ ഷോ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ ഫ്ലവർ ഷോ അവിടെ തുടങ്ങിയെങ്കിലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കാണാനായിട്ട്. വെക്കേഷൻ സമയത്താണല്ലോ അവിടെ കൂടുതൽ ഹറിബറി തിരക്കുകൾ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് പോയില്ല. ഇപ്പോൾ ദാ ജനുവരി 31 തീയതി ലാസ്റ്റ് ആണ് പോകുന്നത്. അപ്പോഴത്തേനും അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പുഷ്പങ്ങൾക്കൊക്കെ വാടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാലക്കാട് ജില്ല ആയതുകൊണ്ട് നല്ല വെയിലുണ്ട് പൊതുവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അത്യാവശ്യം നമുക്ക് കുഴപ്പമൊന്നുമില്ല കാണാനായിട്ട്. നിറയെ പുഷ്പങ്ങളൊക്കെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം എൻട്രിയിൽ ഇങ്ങനെ ഒരു പോർഷനാണ് കാണുക. അപ്പോൾ ഇവിടെ മൊത്തം നല്ല എന്താ പറയുക, ചെണ്ടുമല്ലികളാണ് കൂടുതൽ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇനി സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ മലമ്പുഴയിലേക്ക്. അപ്പോൾ പിന്നെ വേഗം തന്നെ എത്തി. ഞാൻ പിന്നെ 6 മണിക്ക് ഇറങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ നന്നായിരിക്കും. പക്ഷേ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഞങ്ങളപ്പോൾ അതിൻ്റെ വാടികയിലേക്ക് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ പുഷ്പങ്ങളൊക്കെ ഓരോരോ ഭാഗത്തായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ചെണ്ടുമല്ലിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫസ്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് വാടികയുടെ മെയിൻ പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഫ്ലവർ ഷോ വെച്ചിട്ടുള്ളത്. നിറയെ സ്കൂൾ പിള്ളേരായിരുന്നു. പല സ്കൂളത്തെ കുട്ടികൾ ടൂർ പാക്കേജ് പോലെ എത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികളായിരുന്നു കൂടുതൽ അവിടെ. ഒരു തിരക്ക് എന്നൊക്കെ പറയാനായിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അത്രയ്ക്കൊരു തിരക്ക് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾക്ക് പുഷ്പങ്ങളിലേക്ക് പോവാം. നല്ലൊരു റെഡ് കളറ് തുടങ്ങി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വരിയായിട്ടും നമുക്ക് ആ ഭാഗത്തൂടെയൊക്കെ നടക്കാനുള്ളൊരു ഇടവഴികളായിട്ടും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ പുഷ്പങ്ങളുടെ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് കൗതുകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാഴ്വസ്തുക്കളുടെ ഒരു ശേഖരം ഇവിടെ തന്നെയുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഓലയുടെ ഈർക്കോലി വെച്ചിട്ടുള്ളതാണ്. മയിൽ കണ്ടോ, മയിൽ അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ടുള്ള നല്ല രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്, മരത്തടി കൊണ്ട് പെൻസിൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ ഇതില്ലേ, തെങ്ങിൻ്റെ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതായത് തെങ്ങിൻ്റെ പൂക്കുലയുടെ ഭാഗം ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് പുഷ്പങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വഴിയെ അത് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ ആ വഴിത്താരയിലൂടെയൊക്കെ നടക്കുമ്പോൾ. അപ്പം ഞാൻ മാളും അമ്മയും കൂടെ നടക്കണതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഈ ഒരു പോർഷൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു ഭാഗമാണ് ആ കൃഷ്ണൻ്റെ കാളിയമർദ്ദനപ്പുഴ. അവിടെ മിക്കവാറും ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാറുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പം എല്ലാത്തിനും ഒരു ശോകമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ പക്ഷേ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇല്ലെങ്കിലും കുറച്ചെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉണങ്ങിയിരിക്കണ കണ്ടോ, ഈ ഒരു അറ്റ ഭാഗത്ത് അതൊക്കെ ഫുൾ കാശിത്തുമ്പയാണ്. അത് മൊത്തം അങ്ങ് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പൂക്കളുടെ ഈ ഫ്ലവർ ഷോൻ്റെ ടൈം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത്രയ്ക്കത്രയാണ് കാണാൻ കഴിയുള്ളൂ. എന്നാലും നമുക്ക് കാണാനുള്ള തരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട് അവിടെ. ഓക്കെ, പിന്നെ എന്താ പറയുക, അങ്ങനെ ആ വഴിത്താരയിലൂടെയൊക്കെ ഞാൻ നടന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അമ്മയും എന്താ പറയുക അമ്മയും മാളും ഞാനും മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അമ്മയും മാളും കൂടെ ഇങ്ങനെ അവൾ ഓടുകയല്ലേ, അതിൻ്റെ പിറകെ അമ്മ ഓടിക്കൊണ്ടിരിക്കണേ. കണ്ടോ, നല്ല അറേഞ്ച്മെൻറ്റിൽ കണ്ടോ പോയിക്കൊണ്ടിരിക്കണേ. നല്ലൊരു ഭംഗിയിൽ ഞാൻ പറഞ്ഞ ഓലയിൽ വെച്ചിട്ടുള്ളൊരു മയിലാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു മുഖത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഷേപ്പിലൊരു ശില്പം. പിന്നെ അതുപോലെ തന്നെ
ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മരത്തിൽ പെൻസിലൊക്കെ വെച്ചിട്ടുള്ളതെന്ന്. അതും ഒരു പ്രത്യേക വെറൈറ്റി ഉണ്ടായിരുന്നു. ഇതുണ്ടോ, നല്ല ഭംഗിയില്ലേ, മരത്തിൻ്റെ തടിയിൽ പെൻസിൽ പോലെ ചെത്തി വൃത്തിയാക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള അറേഞ്ച്മെൻറ്റ് നോക്കണ്ടോ. ഇതും മയിൽ, അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ആ തെങ്ങിൻ്റെ പൂങ്കുല അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പക്ഷെ ഇത്രയും ഹൈറ്റിൽ അത് കിട്ടുമോ എന്നുള്ളതും കൂടെ പിന്നെ ഞാൻ ചിന്തിച്ചു. എന്തായാലും പാഴ്വസ്തുക്കളാണ് അവിടെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പിൽ നിന്ന് നിറയെ ചായ വീഴുന്ന പോലെ നിറയെ പുഷ്പങ്ങൾ വീഴുന്നു. അപ്പോൾ കണ്ടോ, ശോകമായ അവസ്ഥ. നല്ല വെയിലുണ്ട്, പാലക്കാട് നല്ല അത്യാവശ്യം വെയിലുണ്ട്. അപ്പം ആ വെയിലിൻ്റെ ചൂടിൽ ഉള്ളതാണ്. അപ്പോൾ ഇവരതാ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ, അമ്മയും മാളും കൂടെ. അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിറയെ വൈറ്റ്, റെഡ്, വീണ്ടും വൈറ്റ്, ദെൻ ലൈറ്റ് ഒരു റോസ് കളറ്. അപ്പോൾ നിരവധി പുഷ്പങ്ങൾ. അപ്പോൾ ഇതിന് പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു പുഷ്പങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു വാസ്റ്റ് ഏരിയയിൽ തന്നെ പലതരത്തിൽ അവർ അറേഞ്ച് ചെയ്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അത്രയ്ക്കൊരു വെളിച്ചം, അതായത് നമുക്ക് ഈവനിങ് ടൈം ആയില്ലോ, ഒരു 6:30 ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ആ ഒരു വെളിച്ചത്തിലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാവരുടെയും വീട്ടിലുള്ള പുഷ്പങ്ങൾ ആവണമെന്നില്ല അല്ലേ. ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പുഷ്പങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റും ഫ്ലവർ ഷോയും. 3 മുട്ടകൾ വെച്ചിരിക്കുന്നു, പക്ഷിയുടെ കൂടും ഒക്കെ ആയിട്ട് നല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ അവിടെ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ജീൻസിൽ വൈക്കോലൊക്കെ ഇട്ടിട്ടുള്ള ഇതാ തോന്നുന്നു, കണ്ടോ, നല്ലൊരു തരത്തിലുള്ളൊരു ആർട്ടിക് ക്രിയേറ്റീവ്. ദെൻ അതിൻ്റെ ചോടയാണ് ഈ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത്. പുഷ്പങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ അല്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ എത്തിയപ്പോൾ കുറച്ചും കൂടി ഒരു നമ്മൾ വേർത്തായി, നമ്മൾ പോയതിന് ഉള്ളത് ഉണ്ട് കാണാൻ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള പുഷ്പങ്ങൾ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്, പുഷ്പങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ ആ മലമ്പുഴ ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൂക്കുപാലം കയറിയിട്ട് വേണം നമ്മളിതാണ്ടോ ഡാം കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഇരുട്ടിയിട്ട് ആ ഭാഗത്തേക്ക് കയറണം. ഡാം കണ്ടോ മുകളിൽ, അപ്പോൾ അവിടെ കയറണം എന്നുള്ളത് ഞങ്ങൾ പിന്നെ കണ്ട് ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കത് മലമ്പുഴ ഡാം കാണണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായില്ല. പിന്നെ മാളൂനെയും വെച്ചിട്ട് അതുവരെ നടക്കണ്ടേ, ഇവളേനെയും വെച്ച് ഇവിടെയൊക്കെ ആണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇങ്ങനെ ഇതുപോലെ നടക്കാനും അവൾക്ക് ഓടാനൊക്കെ ഒരു താല്പര്യമുണ്ട്. പക്ഷെ അവിടം വരെ നടന്ന് ആ ഡാമിൻ്റെ പരിസരത്തൂടെ നടക്കാനൊക്കെ ഉള്ളൊരു, ഇവളെയും വെച്ച് നടക്കുന്നതിനൊരു പിന്നെ മഞ്ഞും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം വെറുതെ കോൾഡൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ഗാർഡനിൽ മാത്രം കൂടുതൽ ചിലവഴിച്ചു. ചെറിയ രീതിയിലുള്ള ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, പക്ഷെ ഇങ്ങനെയല്ല. മലമ്പുഴയിൽ പൊതുവെ നല്ല രീതിയിൽ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാറുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ആ ഒരു സീസൺ കഴിഞ്ഞുകൊണ്ടാണോന്നറിയില്ല, ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും കണ്ടില്ല. പിന്നെന്താ, ആ ഒരു പോർഷൻ തന്നെ ഉള്ളൂ കേട്ടോ പുഷ്പങ്ങളൊക്കെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പിന്നെ വേറെ ഭാഗങ്ങളെന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് നടക്കാനുള്ള, എന്തായാലും ഗാർഡൻ ഏരിയയിൽ ഇഷ്ടംപോലെ നടക്കാനുള്ള വഴിത്താരകളുണ്ട്. ആ വഴിത്താരകളിലൂടെയൊക്കെ നടക്കാം. പക്ഷേ ഫ്ലവർ ഷോ ഒന്നും അവിടെ ഒന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ശരി സ്കിപ്പ് ചെയ്തു. ദെൻ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഭാഗത്തായിരുന്നു ഇതുപോലെ മുതലേനെ കോൺക്രീറ്റ് കൊണ്ട് നല്ല രീതിയിൽ ഉള്ളൊരു ശില്പമാണ്. ഇത് കുറേ വർഷമായിട്ടുള്ള ശില്പമാണ്. അപ്പം ആ പണ്ട്, അതായത് മാളൂനൊരു 2.5-3 വയസ്സ്, ഒരു 3.5 വയസ്സ് വരെയും അവൾക്ക് ഇത് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അവൾ തന്നെ ഒറ്റയ്ക്ക് കയറി പേടിയില്ലാണ്ടായി, നല്ല കാര്യം. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ എന്താ പറയുക, ഇവിടേക്ക്, ഏതിൻ്റെ പുറത്താ
പതിയെ ഞങ്ങൾ ചിൽഡ്രൻസിൻ്റെ പാർക്കിലേക്ക് പോവാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ അപ്പോഴത്തേനും ഇരുട്ടി. ഓക്കെ, അപ്പോഴത്തേനും ഇരുട്ട് വീണു. അപ്പം ഞങ്ങളിനി ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോവാണ് ഗൈസ്. അപ്പം വലിയൊരു എന്താ പറയുക, നല്ല രീതിയിൽ മലമ്പുഴ ഗാർഡൻ, മലമ്പുഴ ഗാർഡനിലാണ്. ഇപ്പം ഇവിടെ നിറയെ പൂക്കളുണ്ട്. അത് അവിടെ ഒരു മുതലയുണ്ട്. ലാലാ. അപ്പോൾ ഞങ്ങളിനി ചിൽഡ്രൻസ് പാർക്കിലേക്ക് നടക്കുകയാണ്. അപ്പോൾ മാളുവാണെന്ന് വെച്ചാൽ പിടിച്ചാൽ കിട്ടുന്നില്ല, അങ്ങനെ ഓടി നടക്കണം. അപ്പോൾ അവളേനെയും പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടം ഞാൻ. കാരണം ഇനി ചിൽഡ്രൻസ് പാർക്കിൽ പോയി ഇരുട്ടായി, ഇനിയിപ്പോൾ അവിടെ കളിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനുള്ളതൊന്നും അവിടെ ഇല്ല. അതും ഓരോന്നും കെട്ടി വെച്ചിരിക്കുന്നു. കുട്ടികൾക്ക് ഇനി കയറാൻ ഇപ്പോൾ ഇതുപോലത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ നൂല് കെട്ടിയിട്ട് കുട്ടികൾക്ക് കയറിയിട്ട് കളിക്കാൻ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, കൂടുതൽ അറേഞ്ച്മെൻറ്റുകൾ ഗാർഡൻ ഏരിയയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിലായിക്കോട്ടെ ഒക്കെ വരാനുണ്ട്. ഇനി വരുമെന്ന് വിചാരിക്കാം. പണികളൊക്കെ ഇനിയും നടക്കാനുണ്ട്. അതായത് ഇതൊക്കെ പഴയ തന്നെയാണ്. കണ്ടോ, ഇവിടെ മാളു ഊഞ്ഞാലാടുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഊഞ്ഞാൽ കിടക്കുന്ന അവസ്ഥ കണ്ടോ. അതുപോലെ തന്നെയാണ് മിക്ക കുട്ടികൾ കളിക്കാൻ 1 2 എന്ന് പറയുന്ന രീതിയിലേ ഉള്ളൂ. ബാക്കിയൊക്കെ കേടുവന്ന അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു ചിൽഡ്രൻസ് പാർക്കും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയും തിരിച്ച് ഓട്ടോ കയറിയിട്ട് വീട്ടിലെത്താം. ഈ വീട്ടിൽ ഞങ്ങൾ എത്തിയതൊരു 7:30 ആകുമ്പോഴത്തേനും എത്തി. ഇവിടെ നിന്ന് 7 മണിക്ക് ഇറങ്ങി, പിന്നെ 7 മണിയല്ല 7:15 ഇറങ്ങി തന്നെ വീട്ടിൽ 7:30 ആകുമ്പോഴത്തേനും എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ഈവനിങ് വീഡിയോ. അപ്പോൾ ഇതാണ്ടോ ഭാഗത്ത് മൊത്തം കുട്ടികളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ മലമ്പുഴ ഗാർഡൻ ഏരിയ പുഷ്പങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഒരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും